ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളുടെ, അതായത് നമ്മൾ ഒരു വലിയ മലകയറ്റത്തിലായിരുന്നു. ആ മലകയറ്റം പൂർത്തീകരിച്ച് ഇന്ന് ഇവിടെ ചില പ്രധാനപ്പെട്ട കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുന്ന വീഡിയോ ആണിത്. വിശദമായി തന്നെ ഈ വ്ളോഗ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോകളെല്ലാം അറിയാം. നമ്മൾ എവിടെ ഏത് ഡെസ്റ്റിനേഷനിൽ പോയാലും അതിൻ്റെ വിശദമായൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഷോർട്ടായിട്ട് ചെയ്ത് നമ്മൾ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഒന്നും വലിയ താല്പര്യമുള്ള കേസല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത്രയും വലിയ ലോങ് വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് ക്ഷമയോടിരുന്ന് കാണാനുള്ള ഒരു മനസ്ഥിതിയൊക്കെ വളരെ കുറവായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് സമ്പൂർണ്ണമായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് അതിൻ്റെ അവിടേക്കുള്ള യാത്രയും എത്രയോ മാത്രം പ്രയാസമാണ് കയറ്റവും ഇറക്കവും എന്നുള്ളത് കാണിച്ചുകൊണ്ട്, അത് ഇനിയും വരുന്നവർക്കൊരു പക്ഷേ ഇത് കണ്ടിട്ട്, ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കൊരു പക്ഷേ അതൊരു മുൻകരുതലെടുത്ത് വരാൻ സാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഈ ക്രോസ് പീക്കിലെത്തിയിട്ട് ക്രോസ് പീക്കൊക്കെ കണ്ടിട്ട് അവിടെ വന്നിട്ട് ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് കണ്ട് ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച്, വാഗമണ്ണിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച്, നമുക്കറിയാമല്ലോ, വാഗമണ്ണ് പുള്ളിക്കാനത്ത് നിന്നാൽ നമുക്ക് ഈ ഇല്ലിക്കലിൻ്റെ ആ വ്യൂ കാണാൻ കഴിയുന്നുണ്ട്. മഞ്ഞൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കാണാനായിട്ട് പറ്റില്ല. എങ്കിലും പുള്ളിക്കാനത്ത് എത്തുന്നവർ തീർച്ചയായും ആ കാഴ്ച കാണാനായിട്ട് ശ്രമിക്കണം. ഇല്ലിക്കലിൻ്റെ വിദൂരമായിട്ടുള്ള കാഴ്ച കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലും പുള്ളിക്കാനം നമുക്ക് കാണാൻ പറ്റും. പുള്ളിക്കാനം വാഗമൺ സൈഡൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. പക്ഷേ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ നിന്നിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം അവിടെ പ്രധാനപ്പെട്ട ഐക്കൺ കാഴ്ചകളൊന്നും പുള്ളിക്കാനം പ്രദേശത്തില്ല എന്നുള്ളതുകൊണ്ട്, അതേസമയം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇല്ലിക്കല്ലൊരു ഐക്കണാണ്. ഇല്ലിക്കല്ല് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളിതാ ഇവിടുന്ന് ഇല്ലിക്കൂട്ടത്തിൻ്റെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഇറങ്ങിയാൽ നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാഴ്ചയുണ്ട്. നരകപ്പാലം എന്ന് പറയപ്പെടുന്ന ഇത് കയറി അപ്പുറത്ത് ചെന്നിട്ട് വീണ്ടും ഇല്ലിക്കലിൻ്റെ മുകളിലേക്ക് പോകുന്നതും ഒരു നരകപ്പാലം തന്നെയാണ്. അതായത് തീരെ വീതി കുറഞ്ഞ് ഇടുങ്ങിയ വളരെ അപകടകരമായിട്ടുള്ളൊരു ഹൈക്കിംഗ് ആണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. കയറാൻ കഴിയുമെങ്കിൽ പോകാം. ഇടിമുഴക്കം നന്നായിട്ട് ഉണ്ട്. മഴയുടെ ലക്ഷണം കാണുന്നുണ്ട്. മഴ പെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഇടിമുഴക്കം ഉള്ളപ്പം ഈ പീക്കിൽ നിൽക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് താഴെ വാർണിംഗ് ബോർഡായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇടിമുഴക്കം ഉള്ളപ്പോൾ, മിന്നലുള്ളപ്പം ഒരു കാരണവശാലും ഈ മലയുടെ മുകളിൽ നിൽക്കാണ്ട്. ഇവിടെ വരെ പോയിരിക്കല്ലേ, ഇടി വെട്ടുമോ? അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു മിന്നൽ ഉണ്ടായി നമുക്കൊരു അപകടം ഉണ്ടായാൽ ഒരു കാരണവശാലും ഇവിടുന്ന് പെട്ടെന്നൊരു രക്ഷാദൗത്യം വളരെ ബുദ്ധിമുട്ടാണ്, ദുർഘടമാണ്. നമുക്കറിയാം, കാറ്റാടിക്കടവിൻ്റെ മുകളിൽ വെച്ച് ഒരു ആൾക്ക് ഇടിമിന്നലേൽക്കുകയും അദ്ദേഹത്തിന് വളരെ ഗുരുതരമായ രീതിയിൽ അതിസാഹസമായിട്ടാണ് അവിടുന്ന് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത്. അത് രക്ഷപ്പെട്ടെന്നുള്ളത് നമുക്കിപ്പോഴും അജ്ഞാതമാണ്, നമുക്കറിയില്ല കാര്യം. അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷാപ്രവർത്തനം വളരെ ദുർഘടമാണ്. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ആരെങ്കിലും എത്തിച്ചേരുമോ എന്നുള്ള കാര്യം തന്നെ വളരെ സംശയമുള്ള കാര്യമാണ്. കാരണം അത്രയ്ക്കും ദുർഘടമായൊരു പ്രദേശത്താണ് ഈ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ സ്വന്തം റിസ്കിലാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. താഴെ ഇപ്പോൾ ആ റോഡിലൊരു ഗേറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം സുരക്ഷാ കാരണങ്ങളായിരിക്കാം ആ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും അത് നിലവിൽ ഓപ്പണിംഗ് ആണ്. അത് വെച്ചിട്ട്, പാസ്സൊക്കെ വെച്ചിട്ട് ഇവിടേക്ക് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം സുരക്ഷയും കാര്യങ്ങളുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കാതെ മല കയറാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ മലകയറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മല തലമൊട്ടയടിച്ച അവസ്ഥയാണ് ഈ മലയുടെ അവസ്ഥ. കാരണം പുല്ലെല്ലാം കരിഞ്ഞ്, കാട്ടുതീയൊക്കെ വന്നിട്ട് പുല്ലെല്ലാം കത്തിക്കരിഞ്ഞ് മലയൊക്കെ നല്ലപോലെ തെളിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണിത്. ഇപ്പോൾ നമുക്ക് കയറാൻ നല്ല പേടിയുണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വഴി കണ്ടു കയറാം എന്നുള്ളതാണ്. പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് വഴി കാണത്തില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രക്കിംഗ് ടൈമാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പോകാൻ കഴിയുന്നവരും ആരോഗ്യമുള്ളവരും എല്ലാം ഈ വഴി പൊക്കോളൂ. അപ്പം നരകപ്പാലത്തിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. മുന്നോട്ട് നമ്മൾ പോകുന്നില്ല. മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്പുറത്തെ പീക്ക് എന്ന് പറയുമ്പം അവിടെയും ഡേഞ്ചറാണ്.
അതുകൊണ്ട് നമ്മൾ യാത്ര അങ്ങോട്ടുള്ള യാത്ര തൽക്കാലം കാര്യമായിട്ട് കാഴ്ചകളൊന്നുമില്ല. കാഴ്ചകൾ നമ്മൾ ഈ കണ്ട കാഴ്ചകൾ തന്നെയാണുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ അത് പൂർത്തിയാക്കുന്നില്ല, അങ്ങ് മുകളിലേക്ക് കയറുന്നില്ല, മുകളിലേക്കല്ല അതിനപ്പുറത്തെ ആ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. കാരണം തിരിച്ചിറങ്ങാൻ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ഒരു വലിയ അപകടം ഉണ്ടാകാതെ അല്ലെങ്കിൽ ഒരു ഇടിമിന്നലിൽ നിന്നൊക്കെ നമ്മൾ ഇതിൻ്റെ വാണിംഗ് തന്നിട്ടുള്ള ആ ഒരു ബോർഡിൻ്റെ അതനുസരിച്ച് നമ്മൾ ആ ബോർഡിനെ നമ്മൾ വിശ്വസിച്ചിറങ്ങുകയാണ്. കാരണം അത് എന്തായാലും അധികാരികൾ സ്ഥാപിച്ചിട്ടുള്ള ബോർഡായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അത് പാലിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം നോക്കി മാത്രമേ നമ്മൾ ട്രക്കിങ്ങും യാത്രകളും ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പാലിച്ച് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇവിടെ ഒഴിവാക്കേണ്ട ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികൾ നിറഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഞങ്ങൾ കൊണ്ടുപോയ കുപ്പി ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഞങ്ങൾ താഴെ കൊണ്ട് വേസ്റ്റ് ബിന്നിലായിരിക്കും നിക്ഷേപിക്കുക. അപ്പോൾ അതിന് ഇവിടെ ഈ ഗേറ്റൊക്കെ വന്നു കഴിയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കാം. പ്ലാസ്റ്റിക് കുപ്പികൾ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രമല്ല, അനവധി പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഈ മലയുടെ മുകളിലുണ്ട്. അതൊക്കെ നമുക്ക് ഭാവിയിൽ വളരെ ദോഷം ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് എല്ലാവരും വരുന്നവർ ശ്രമിക്കുക. വെള്ളം കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ആ കുപ്പി തിരിച്ച്, ഇവിടെ ഏതായാലും വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊന്നും മുകളിലില്ല, തിരിച്ച് താഴെ എത്തി അവിടെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പം മൂന്നാമത്തെ ഈ വീഡിയോ കണ്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം. വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ 1-2 വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ആ കാഴ്ചകളൂടെ കണ്ടിട്ട് ഇതിലേക്ക് വരുന്നതാണ് ഏറ്റവും സുഗമമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനും അമ്പിളിക്കുട്ടനും ഈ മല തിരിച്ചിറങ്ങിയാണ്. അമ്പിളിക്കുട്ടൻ കട്ടയ്ക്ക് എൻ്റെ കൂടെ ഉണ്ട്. അമ്പിളിക്കുട്ടനെ എവിടെ വെച്ച് കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊക്കെ മുൻ വീഡിയോകൾ കണ്ടാൽ തീർച്ചയായും മനസ്സിലാവും. അപ്പം ഞങ്ങൾ ഇറങ്ങി തുടങ്ങട്ടെ. ഓക്കെ, കൂടെ വായോ. ഞാനപ്പോൾ അത് എൻ്റെ ആക്കി. ഇല്ല, അതെവിടെയാ സ്ഥലം എവിടെയാ? അത് നമ്മുടെ നെന്മണി, ഇടുക്കി വെണ്ണി, കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി കേട്ടു. അവിടെ കയറി അവിടെ ചെന്നിട്ട് കയറ്റമില്ല, കയറ്റം അറിയത്തില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ദൂരം നേരത്തെ അങ്ങോട്ട് പോയിട്ട് വളഞ്ഞു വേണ്ടി കയറി അങ്ങനെ ആൽക്കുളം ആനയുടെ നേരം വേർക്കൻ പണവും എനിക്ക് ഒഴിച്ചു തരണം. കേറി പോറാ. ഇവിടെ വന്ന് പിടിക്കാൻ വരെ ഒരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പാടം കിടപ്പുണ്ട്, അതെങ്ങനെ കയറിയാവും?
അതെ, അത് മിക്കവാറും ചെയ്യാം. ഇത് മിക്കവാറും ഇത് പള്ളി മറ്റേ ആൾക്കാർ മാത്രം വരാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കും. ഇന്ന് പതുക്കെ ഇരുന്നിരുന്ന് പതുക്കെ വരി. ഇതുവഴി ഈ വഴി വഴി നമുക്ക് ഗ്രിപ്പുണ്ടല്ലോ ഞാൻ. ഈ വഴി വഴി വായി പിടിക്കണം. അവിടെ ആകുമ്പോഴത്തേക്കും ഗ്രിപ്പ് കുറവാട്ടോ അവിടെ ആ സൈഡേ. ആ വഴി കേൾക്കുമായിരുന്നു. ഇതാണ്ട് ഇതുവഴി അങ്ങോട്ട് ചെല്ലണം. ആ കമ്പിയൊക്കെ കുത്തി കയറാനാണോ? ആ അതെ അതെ, അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പിന്നെ പിടിച്ചു പിടിച്ചു അതൊക്കെ കയറാം. എങ്ങനെ ഇറങ്ങുമോ? നമ്മൾ ആദ്യം കയറിയ വഴി. സൂക്ഷിച്ചിറങ്ങണം. അത് ഇച്ചിരി നല്ല ടാസ്ക് അത്. ഇല്ലിക്കല്ല അവിടെ ചെല്ലുമ്പോൾ അത് വലിയ മലയായിട്ട് തോന്നും. ഇവിടെ വരുമ്പോഴത്തേക്കും അത് ചെറുത്. അതെ, അതുകൊണ്ടോ അതവിടെ താഴെയാ. നേരത്തെ മറ്റേ കമ്പി ഇല്ലാത്ത സമയത്തൊക്കെ തകര ഷീറ്റ് 6-7 വർഷം കൊണ്ട് ഉണ്ടായ അല്ലേ? അതെ. അവിടെ ഇച്ചിരിയും കൂടെ ടാസ്ക് ഉണ്ടോ? അവിടെ കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആണല്ലേ? ആ കമ്പിയൊക്കെ കുത്തുന്നതിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതും കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. ആണല്ലേ? കയറി വാ, എത്തിപ്പെട്ടാൽ രക്ഷപ്പെട്ടു. പിന്നെ അവിടെ മറ്റേ കുരിശിന്റെ അങ്ങോട്ട് കയറുന്നതിന്റെ താഴെ കൂടെ ഒരു വഴി കിടപ്പുണ്ട്, അപ്പുറം സൈഡിലോട്ട് എല്ലാം വേണ്ടി. അവിടെ കുഴപ്പമില്ല. ആ ഒറ്റയ്ക്ക് വന്നു. പിന്നെ ഇവിടെ ഒന്ന് ചേട്ടനെ കണ്ടുപിട്ടിയെ. ഞങ്ങൾ ഉച്ചയ്ക്കായി പോന്നേ. അങ്ങോട്ട് കുറച്ചുണ്ടോ? അവിടെ കൂടെ എത്തിക്കിട്ടാ പിന്നെ രക്ഷപ്പെട്ടു. അവര് പാറയുടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സീനുണ്ട്. അവിടെ കയറുന്ന ഇച്ചിരി ടാസ്കാണ്.
ആ അവിടെ ചെന്ന് കുറച്ചേ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് രക്ഷപ്പെട്ട്. ഞാൻ അണപ്പ് മാത്രം വരെ അവിടെ ഇരുന്ന്. ഇതും കൂടെ കയറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് ഇച്ചിരി റിസ്ക് ഉള്ളത്. ഇച്ചിരിമ്പോ കയറിപ്പോയില്ല. അത് നമ്മുടെ നാട്ടുകാരെല്ലാരും വർത്താനം പറഞ്ഞവര് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ചാൽ അറിയാവുന്നവരാ. അതല്ലേ വർത്താനം പറഞ്ഞ് വെള്ളം കൊടുത്തേ. ഈ കയറ്റം കയറണ്ടേ നമുക്ക് ഇത്തിരി എളുപ്പമായത്. നമുക്ക് ഇറങ്ങാൻ എളുപ്പം ഇതാന്ന് തോന്നുന്നില്ല. ആ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ നമുക്ക്. ഇറങ്ങുക. നമ്മൾ അവിടെ വെച്ചാന്ന് തോന്നുന്നു പിരിഞ്ഞത്. കുഴപ്പമില്ലാത്ത വഴി. എവിടെയാ സ്ഥലം? എവിടെയാ? ആ അതെ. അവരതുവഴി കയറി ഇറങ്ങിയതാണ്. ഇതുവഴി കയറാൻ സാധ്യത കുറവാണ്. ഇറങ്ങി പോരി.
ഇതാ എളുപ്പം. അതുവഴി പോകുന്ന ടാസ്ക് അത് നോക്കി കുത്തനാണ്. ഇതിലും വഴിയാണ് കയറി വന്നത്. ഇവിടെ ഇറങ്ങി പോകുന്ന കാര്യം ഓർത്തിട്ടാണ് കമ്പിയൊക്കെ കുത്തി വെച്ചിട്ട് ടാസ്ക്. അത് ടാസ്ക് അല്ല, കമ്പി ഇല്ല, കുഴപ്പമില്ല. നമ്മൾ പക്ഷെ കയറി വന്ന തന്നെ ഇതായിരുന്നു. ഇതിച്ചിരി കറക്കമുണ്ട്. നമ്മൾ പക്ഷെ നമ്മളത് നേരെ സ്ട്രെയിറ്റ് കയറുമല്ലായിരുന്നു. ഇനിയിപ്പം കേറിയാൽ അവിടെ ചെല്ലുമ്പോ സമയം പോകത്തില്ലേ? ഇനിയിപ്പോ കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞാൽ ആ കട നമ്മൾ കയറിയ സ്ഥലത്തേക്ക്. അപ്പം ഇവിടെ വെച്ച് എനിക്ക് കിട്ടിയ കൂട്ടുകാരാണ്. കട്ടയ്ക്ക് നിന്ന് കേട്ടോ, കട്ടയ്ക്ക് നിന്ന് നമ്മൾ കയറുന്നത് ഇറങ്ങുന്നിടം വരെ കട്ടയ്ക്ക് നിന്നുണ്ട്. ഓരോണ്ട് ബാഗൊക്കെ ചോദിച്ച് എനിക്ക് വേണ്ടി ക്യാമറയൊക്കെ എടുത്ത് കട്ടയ്ക്ക് നിന്ന് കേട്ടോ. വലിയ സന്തോഷം. പിടിച്ചോ. ചേട്ടൻ എന്നാ ജോലിയാ? ഒത്തിരി ഉണ്ട് കയറാൻ. അങ്ങ് മേളിൽ കയറാൻ പറ്റത്തില്ല കേട്ടോ. ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കയറണേ. ഒരുപാട് ദൂരം കയറാനുണ്ടേ. ഈ വഴിയാണ്. അതെ അതെ, ആദ്യം ഞാൻ ഈ വഴി അങ്ങോട്ട് പോകാൻ വേണ്ടി പോയതാ. ഫ്രണ്ട്സേ, ഇങ്ങോട്ട് നോക്കി. ഇതല്ല വഴി കേട്ടോ. നല്ല ആരോഗ്യവും നല്ല രീതിയിൽ കുത്തനുള്ള കയറ്റം ക്ലിംബ് ചെയ്യാൻ കഴിവുള്ളവർ മാത്രമേ ഇതിലേ കയറാവൂ. അല്ലാത്തവർ ഈ മരത്തിൻ്റെ അവിടെ വന്നിട്ട് നേരെ തന്നെ പോവുക. ഇച്ചിരി ടാസ്ക് ഉള്ളതൊക്കെ ഇറങ്ങാണെങ്കിൽ പോലും നമുക്ക് വലിയ അണപ്പൊന്നുമില്ല കയറാൻ പറ്റും. പിന്നെ കൂടുതൽ ആൾക്കാർ പോകുന്ന വഴിയായിരുന്നു. ദൂരെ കൂടുതലുമായിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ തീർത്ത വഴി ദൂരെ കൂടുതൽ. ഇത് എളുപ്പമൊക്കെ, പക്ഷേ മൊത്തം കുത്തനെ കയറ്റമാണ്. താഴോട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരു സേഫ്റ്റി ഫീച്ചേഴ്സും ഇല്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ തള്ളി മറിക്കുക? ഒന്നുമില്ല. അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പറായിരുന്നു. സബ്മിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കയറത്തില്ലെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചു കേട്ടോ. അതാണ് കാലിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇനി വണ്ടിയെ കയറുമ്പോഴായിരുന്നു. അയ്യ, അപ്പം അമ്പിളിക്കുട്ടൻ. അപ്പം അമ്പിളിക്കുട്ടനോടൊപ്പം അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് ഇവിടെ ഞാൻ വൈൻഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞത് തൊട്ട് താഴെയാണ് നമ്മുടെ ആ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ചെന്നൊരു ചായ കുടിച്ചിട്ട് പോകും. കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കും. അപ്പോൾ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് ഔദ്യോഗികമായിട്ട് വൈൻഡപ്പ് ചെയ്യണം. ഞാനും അമ്പിളിക്കുട്ടനും ഞാനും അമ്പിളിക്കുട്ടനും ചില യാത്രകളൊക്കെ ഒരുമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭാഗ്യമുണ്ട് നടക്കട്ടെ.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം മാത്രം പറഞ്ഞുകൊണ്ട് ഉത്സവത്തിനുള്ള ആളായി. എവിടെ പോവാ ഇനിയും പോവാന്ന് എന്തോ അത് ഇല്ലല്ല നമ്മൾ കയറിയ പുറത്തല്ല. അങ്ങനെ നീണ്ട ഒരു മലകയറ്റത്തിൻ്റെ ശേഷം അതിൽ നിന്ന് കിട്ടിയ ആ ഒരു അനുഭവവും കാര്യങ്ങളെല്ലാം മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ താഴെ ഇറങ്ങിയത്. അത്രയും മനോഹരമായ കാഴ്ചയായിരുന്നു. ഇനി ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് ചെറുക ഞങ്ങൾ യാത്രയാകുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തട്ടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ഓക്കെ, ടൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ. എവിടെ